ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കൊച്ചു വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്ന് ചായ തന്നെ ഞങ്ങൾ ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചായ വേണമെന്ന് അപ്പോൾ പിന്നെ ചായ ആക്കി. പിന്നെ രാവിലത്തെ പണി എന്താ വെച്ചാൽ ഞാൻ കാണിച്ചു കേട്ടോ. കുക്കറിലത് മിന്നൂസിനുള്ള കഞ്ഞിയാണ് കേട്ടോ. നമുക്ക് സ്കൂൾക്ക് കൊണ്ടുപോകാനും അപ്പോൾ രാവിലെ കുടിക്കാനുള്ള കഞ്ഞി ആക്കണം. നമ്മൾ കടിയാക്കിയിട്ടില്ല കേട്ടോ, കടിയാക്കണം. സംഭവം എന്ന് വെച്ചാൽ പല്ല് ഭയങ്കര വേദന ഉണ്ട് കേട്ടോ, ചവക്കാനൊന്നും പറ്റണില്ല. അപ്പോൾ കഞ്ഞി ആക്കിയിട്ട് കൊടുത്തു വിടാതെ കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സുഖമാണല്ലോ. വിശപ്പില്ല, വിശന്നുകാണ്ടിരിക്കും വേണ്ട, അല്ലെങ്കിൽ ഉള്ളു സ്കൂളിൽ ചിലപ്പോൾ ചോറ് കഴിച്ചൊന്നും വരില്ല കേട്ടോ. അതുകൊണ്ട് നമ്മളപ്പോൾ കഞ്ഞി ആക്കിയാണ്. ഇത് പിന്നെ വല്ല ചമ്മന്തിയോ എന്തെങ്കിലുമൊക്കെ ഒന്നാക്കിയിട്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പപ്പടം വെച്ചിട്ടോ ഒക്കെ കൊടുത്തു വിടണം എന്ന് എഴുതിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ ചായ ആക്കിയിട്ടോ, ചായ നമ്മൾ ഉണ്ടാക്കാൻ കരുതുന്നില്ല കേട്ടോ. അപ്പോൾ ചായ വെച്ചപ്പോൾ പിന്നെ അപ്പോൾ അങ്ങനെ ചായ വെച്ചിട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമ്മളുടെ ഇന്ന് ഫാസ്റ്റാണ്, സൂപ്പർ ഫാസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ആൾ എത്തിയിട്ട് വേണം അതുണ്ടാക്കാനായിട്ട്. സംഭവം എന്താ വെച്ചാൽ ചൂടിൽ കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ അതാ ഞാൻ എൻ്റെ മിന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി ഓള് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. 2 ബ്രെഡ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് ഒന്ന് ചൂടാക്കിയെടുക്കട്ടെ കേട്ടോ ആദ്യം, അല്ലെങ്കിൽ പറ്റ സോഫ്റ്റായിട്ട് പോകും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെതാ നമ്മൾ മുട്ടയുടെ ബാറ്റർ ഒഴിച്ചെടുത്തു കേട്ടോ. അപ്പം ഇനി 2 ബ്രെഡ് കൂടെ അത് വെച്ചതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുക, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നമ്മളൊറ്റയ്ക്ക് തന്നെ റോൾ ചെയ്യും, മറിച്ചിട്ടൊക്കെ ആകുകൊണ്ട് നമുക്ക് ആ ഒരു സെക്ഷൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. ബ്രെഡ് 2 ഭാഗത്ത് ബ്രെഡും ഇനി നമുക്കൊന്നുകൂടെ ഉണ്ട് ഒരിപ്പിച്ചെടുത്തിട്ട് ഇത് ബാക്കിയുള്ള എക്സ്ട്രാ ഭാഗങ്ങൾ നമുക്കിതിലിങ്ങനെ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സെറ്റാക്കി വെക്കാം കേട്ടോ. പക്ഷേ അതൊന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ കഴിക്കാം. ഓക്കെ, ഇതാ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് കേട്ടോ, വളരെ സിമ്പിൾ. ഇനി ഞാൻ ഇത് കഴിക്കട്ടെ കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് ചായയുടെ ആവശ്യമൊന്നുമില്ല. ഇതാ അങ്ങനെ അതാ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി കേട്ടോ. 2 ഭാഗം നല്ലപോലെ മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാ ഇതിങ്ങനെ റോള് ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതാ അടിപൊളിയാണ് കേട്ടോ. മിന്നുവിന് ഞാൻ ബ്രെഡ് ഇങ്ങനെ മുരിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ ഓള് കരിഞ്ഞെന്ന് പറഞ്ഞു കണ്ട് ഓള് കഴിക്കൂല കേട്ടോ. ഓള് അങ്ങനെയൊക്കെ ഓരോ ടൈപ്പാണ്. അപ്പോൾ ബ്രെഡ് ചെറിയൊരു മധുരം ഉണ്ട് കാരണം അപ്പോൾ ഞാനതിങ്ങനെ മുരിച്ചെടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ മധുരം വന്നിട്ടുള്ളത്. അടിപൊളിയാണ്, സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കട്ടോ. പിന്നെ അത് കഴിക്കട്ടെ. പിന്നെ അങ്ങനെ അതാ നമ്മൾ സ്കൂളിൽ എത്തിച്ചൊക്കെ ലഞ്ചാണ് കേട്ടോ. ക്യാബേജ് ഉപ്പേരി, ചിക്കൻ കറി, അതുപോലെ നമുക്ക് പായസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാങ്ങാച്ചാറും. ഇതൊക്കെയായിരുന്നു അന്നത്തെ നമ്മുടെ ലഞ്ചിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയാണ് കേട്ടോ ഇവിടുത്തെ പായസം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടോ. സ്കൂൾ വിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് കേട്ടോ. ഇന്ന് മിന്നുമില്ല. മിന്നു ഓളെ പല്ല് വേദനയാണ് കേട്ടോ. അപ്പോൾ ഓള് ലീവാക്കി. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല, അപ്പോൾ ഞാൻ പോരുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ വ്ലോഗ് എടുക്കാനും മറക്കുകയും ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇത് നമ്മൾ ഈ ചന്ദനത്തിരി കത്തിച്ചിരിക്കുക കേട്ടോ. കാരണം ഈ സമയമായാലും അതുപോലെ നേരം വെളുത്തേക്കും നമുക്കിവിടെ ഭയങ്കര കൊതുക് ശല്യം കേട്ടോ. അപ്പോൾ ഇതൊന്ന് കത്തിച്ച് ഇങ്ങനെ വെച്ചാൽ അതിൻ്റെ കുറച്ചൊക്കെ ശല്യം പോകും. അപ്പോൾ അതിനങ്ങനെ വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ രാത്രിക്കത്തേക്ക് നമുക്ക് മീൻ പൊരിച്ചെടുക്കാണ്ട് കേട്ടോ. കഞ്ഞിയുണ്ട്, മീനുണ്ട്, ക്യാബേജ്, ഇതൊക്കെയാണ് നമ്മുടെ അന്നത്തെ നൈറ്റത്തെ ഫുഡ് കേട്ടോ പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, ഞാൻ ഇനി കുളിച്ച് ഫ്രഷായിട്ട് പറ്റട്ടോ. നമ്മളെ കഞ്ഞിനെ നമ്മൾ തച്ചൊടിച്ചൊരു പരിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഓൾക്ക് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലിയ വെള്ളമാക്കിയിട്ടില്ല, ഇങ്ങനെ ആക്കിയിരിക്കാൻ കേട്ടോ. ഞാനതും ചോളൻ്റെ ഒരു അച്ചാറുണ്ട്, ചെറിയ മക്കൾ ഫ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാം കേട്ടോ. അടിപൊളിയായിട്ടോ അങ്ങനെ തിന്നാൻ. ഫോണൊക്കെ നോക്കിക്കോ, എന്നിട്ടും ഫോണ് ഗ്ലാസ് വയ്ക്കല്ലേ, ഫോണ് ഗ്ലാസ് വയ്ക്കാൻ വേണം. അപ്പോൾ ഇതാ
മിന്നുവിൻ്റെ കഞ്ഞി ഇതാ ഇങ്ങനെ കേട്ടോ ആക്കിയിട്ടുള്ളത്. വറ്റൊന്നും കാണൂല കേട്ടോ, ശരിക്കും നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ വറ്റി ഉടഞ്ഞ് ഇതായി കണ്ടോ, അത്രയും വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനതൊക്കെ ചൂടാക്കിയ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ ആക്കിയിട്ടോ. പിന്നെ അതാ ചെറിയ മത്തി, കട്ടൻ ചായ, പിന്നെ അതാ അച്ചാർ. അത് മിന്നുവിന് ഒന്നും തിന്നാൻ വയ്ക്കായിട്ട് സംസാരിച്ച് തിന്നാൻ വയ്ക്കാത്തതുകൊണ്ട് ഉളുപ്പപ്പാനെ കൊണ്ട് കൊണ്ടിരിപ്പിച്ചേട്ടോ അച്ചാർ. അപ്പോൾ ഇപ്പോൾ വന്നപ്പോൾ ഇതാ ചോലേൻ്റെ മാംഗോ പിക്കിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിതൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ ചോദിച്ചു ഓളെ തന്നെയാണോ നിൽക്കുന്നത്? അതേ, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒന്നാണ് കേട്ടോ. അപ്പം എനിക്ക് വേറെ ഇതിൽ സെപ്പറേറ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ.